ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഡേ 2 ഇൻ മഹാബലേശ്വറാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നല്ല ഉറങ്ങി ടയേർഡായിരുന്നു. സോ ഇന്ന് മോർണിംഗ് 10 o'clock നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. സോ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പാക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഇന്ന് ടെമ്പിൾ വിസിറ്റ് ആണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് മഹാബലേശ്വർ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോയി. അവിടെ തന്നെ വേറെ 3 ടെമ്പിൾസ് ഉണ്ട്. അതായത് ആദിബലേശ്വർ ടെമ്പിൾ, ശിവ ടെമ്പിൾ ആൻഡ് പഞ്ചഗംഗ ടെമ്പിൾ എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ടെമ്പിളിൻ്റെ ചുറ്റും നല്ലൊരു ഡിവൈൻ ആൻഡ് പീസ്ഫുൾ എനർജി ഫീൽ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ചുറ്റും ഗ്രീനറിയാണ്. പിന്നെ ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറും. ചിലപ്പോൾ റെയിൻ ഉണ്ടാവും, ഫോഗ് ഉണ്ട്, ഫോഗിൻ്റെ കൂടെ തന്നെ റെയിനും ചിലപ്പോൾ വെയിലും അടക്കം വരുന്നുണ്ട്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തോന്നും. കുട്ടികളാണെങ്കിൽ ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഇടയിൽ മഴ പെയ്തപ്പോൾ. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമുക്ക് വേർഡ്സിലൂടെ പറയാൻ പറ്റില്ല, ഫീൽ തന്നെ ചെയ്യണം. ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് കാസിൽ റോക്ക് പോയിന്റ് പോയി. അത് അടുത്ത് തന്നെയാണ്, ഓൺ ദ വേ ആണ് എല്ലാ പോയിൻറ്റ്സും. ഭയങ്കര മഴയും ഭയങ്കര കാറ്റുമായിരുന്നു. ഒന്നും പോകാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം കുട പിടിച്ചുകൊണ്ട് ഒന്നുകൂടെ പേടിയായി ഞങ്ങൾ പറന്നു പോകുന്നൊക്കെ. നല്ല ഫോഗ് ഉണ്ടായിരുന്നു കേട്ടോ പോയിൻറ്റ്സിലേക്ക് പോണ വഴി. അതുകൊണ്ട് തന്നെ നമ്മൾ കാറ് നിർത്തി അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. കാരണം ഇതൊന്നും എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ വിസിറ്റിന് ഒരു അർത്ഥമില്ലാതെ പോകും. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. നിങ്ങൾക്ക് കാണാം ഫോട്ടോസിൽ എത്രമാത്രം ഫോഗ് ഉണ്ട്. വഴിയൊന്നും കാണില്ലായിരുന്നു കാറിൽ പോകുമ്പോൾ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി മഹാബലേശ്വർ ശരിക്കും ഒരു പാരഡൈസാണ്. നെക്സ്റ്റ് ആർത്തൂർ സീറ്റ് പോയിന്റിലെത്തി. അവിടെ തന്നെ കുറേ പോയിന്റ്സ് ഉണ്ട് കാണാൻ. എക്കോ പോയിന്റ്, ഹണ്ടർ പോയിന്റ്, ടൈഗർ പോയിന്റ്, മങ്കി പോയിന്റ്, അങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ട്. സോ ശരിക്കും നമ്മൾ കുറേ കണ്ടില്ലേ, സ്റ്റെപ്സൊക്കെ ഇറങ്ങാനുണ്ട്, കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അതിന് റെഡിയായിട്ട് തന്നെ വേണം പോകാൻ കേട്ടോ. പിന്നെ മഴ സീസണിലാണ് പോകണമെങ്കിൽ എന്തായാലും റെയിൻ കോട്ട് എടുത്തിട്ട് പോകണം. അവിടെ വാങ്ങാനും കിട്ടും. നല്ല ബ്രെത്ത് ടേക്കിംഗ് ആൻഡ് സ്റ്റണ്ണിങ് വ്യൂസ് ഓഫ് സാവിത്രി വാലിയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുക. കുറേയൊക്കെ നടന്നെങ്കിലും ഈ സീനിക് വ്യൂ ഒക്കെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും കൊണ്ട് ടയർഡ്നെസ്സൊക്കെ പോയി. പക്ഷെ എന്നാലും ശ്രദ്ധിക്കണം, ഡേഞ്ചറും ഉണ്ട്. നേരെ നോക്കി നടന്നില്ലെങ്കിൽ വീഴാനുള്ള ചാൻസസും അധികമാണ്. കുറച്ച് എനർജിക്ക് വേണ്ടി ഞങ്ങൾ അവിടെ തന്നെ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് മസാല കോണും പിന്നെ ഒനിയൻ പക്കോടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ മഴയത്ത് ക്ലൈമറ്റിൽ നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആർത്തൂർസ് വ്യൂ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ എലഫൻസ് ഹെഡ് പോയിന്റിലേക്ക് പോയി. ഓൺ ദ വേ തന്നെ നല്ല ഫ്രഷ് സ്ട്രോബെറി ഐസ്ക്രീം കഴിച്ചു നമ്മൾ ഫ്രം സ്ട്രോബെറി ഗാർഡൻ. പിന്നെ ലിംഗമല വാട്ടർഫോൾസിലേക്കായി നമ്മുടെ നെക്സ്റ്റ് യാത്ര. അവിടെ 2 വാട്ടർഫോൾസാണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡ് പോവാണ് ഒരു സ്മോൾ വാട്ടർഫോളും, റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ബിഗ് വാട്ടർഫോളും കാണാൻ പറ്റും. ഞങ്ങൾ കുറേ നടന്ന് എല്ലാം കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകാനുള്ള ടൈമായി. ഇത് ഞങ്ങളുടെ 10th ആനിവേഴ്സറി ട്രിപ്പായിരുന്നു. ആരെങ്കിലും നെക്സ്റ്റ് മഹാബലേശ്വർ 1 day ട്രിപ്പ് പോവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.